ചിദംബരം ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ ആ പെരുന്തച്ഛനെ വിളിച്ച് രാജാതി രാജ ചോളൻ പുരസ്കാരങ്ങളും എല്ലാവിധത്തിലുള്ള അംഗീകാരങ്ങളും അതുപോലെ സ്വർണവളയും എല്ലാം നൽകി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പെരുന്തച്ഛ, ഇത്രയും പെർഫെക്റ്റായിട്ട് ഒരു ചിദംബര ക്ഷേത്രം നീ നിർമ്മിച്ചതുകൊണ്ട് എൻ്റെ പേരിൻ്റെ ഭാഗം ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു. രാജാതിരാജ ചോളൻ്റെ ആദ്യത്തെ 2 വാക്കുകൾ പെരുന്തച്ഛന് നൽകി. രാജാതിരാജ പെരുന്തച്ഛൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഒരു ക്ഷേത്രം ഇത്ര ഗംഭീരമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് നിൽക്കുന്ന ഭക്തിയുടെയും സമർപ്പണ ഭാവത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായിട്ട് നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം എത്ര കാലം നിലനിൽക്കുന്നുവോ ആ രാജാവ് പറഞ്ഞു, അത്രയും കാലം രാജാതിരാജ ചോളനായ എൻ്റെ പേര് നിലനിൽക്കും. എൻ്റെ പേര് പോലെ അറിയപ്പെടുന്ന രാജാതിരാജ പെരുന്തച്ഛൻ നിൻ്റെ പേരും അത്രയും കാലം നിലനിൽക്കും. ഈ ക്ഷേത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പെരുന്തച്ഛൻ്റെ പേരും നിലനിൽക്കുമെന്ന് മാത്രമല്ല, ആ ക്ഷേത്രത്തിലെ അനവധി ഭാഗങ്ങളിലും മുക്കിലും മൂലയിലും അത് നിർമ്മിച്ച രാജാതിരാജ പെരുന്തച്ഛൻ്റെ പേരും എഴുതി വച്ചിട്ടുണ്ട്. ഇത് ഹൈന്ദവ സംസ്കാരം. ഒന്ന് ഓർത്തു നോക്കുക, 360 ഭാര്യമാരുണ്ടായിരുന്ന, പിന്നെ അത്ര തന്നെ വെപ്പാട്ടികൾ ഉണ്ടായിരുന്ന ഷാജഹാന് ഒരു ഭാര്യയായ മുംതാസിനോട് അസാധാരണമായ പ്രേമം തോന്നിയെന്നും ആരോ എഴുതി വെച്ച ആ അസാധാരണ പ്രേമം അതിൻ്റെ സ്മാരകമായിട്ട് ഷാജഹാൻ്റെ പുത്രൻ അദ്ദേഹത്തിനെ കാരാഗ്രഹത്തിൽ അടച്ച് വെള്ളവും ഭക്ഷണവും പോലും കൊടുക്കാതെ അവിടെ തകർത്ത് തളർത്തിയിട്ടപ്പോൾ തൻ്റെ പ്രേമഭാജനമായ മുംതാസിന് വേണ്ടി പണിതു എന്ന് പറയപ്പെടുന്ന താജ്മഹൽ അത് 22,000 ശില്പികൾ ചേർന്നിട്ടാണ് പണിതതെന്ന് പറയപ്പെടുന്നു. എത്രയോ ദശാബ്ദങ്ങൾ ചേർന്നിട്ടാണ് പണിതതെന്ന് പറയപ്പെടുന്നു. അത് പണിത പ്രധാന ശില്പികളുടെ എല്ലാവരുടെയും കയ്യ് ഷാജഹാൻ എന്ന പ്രേമഭാജനം വെട്ടിക്കളഞ്ഞു. കാരണം ഇതുപോലൊരു മെമ്മോറിയൽ, ഇതുപോലൊരു താജ്മഹൽ ഇനി ഒരിക്കലും ഇവരുടെ കൈകൊണ്ട് പണിയാൻ പാടില്ല. അങ്ങനെ ആ തച്ചന്മാരുടെ, പ്രവർത്തകരുടെ, ശില്പിയുടെ കൈ 2 വെട്ടിക്കളഞ്ഞത് തൻ്റെ ഭാര്യയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപം ഒരിക്കലും ഉണ്ടാവരുത്. ഇത് ആ ഇസ്ലാമിക സംസ്കാരം. ഭാരതത്തിൽ ചിദംബരം ക്ഷേത്രം, തഞ്ചാവൂർ ക്ഷേത്രം, കുംഭകോണം ക്ഷേത്രങ്ങളെല്ലാം പിന്നീട് പണിതത് ഇതുപോലെയുള്ള ശില്പികളാണ്. ആവേശോജ്വലമായ രാജാതിരാജ പട്ടം അവർക്ക് കൊടുത്തു, അനവധി പുരസ്കാരങ്ങൾ കൊടുത്തു, രാജതുല്യമായ പദവി കൊടുത്തു, അംഗീകാരങ്ങളുടെ കൂമ്പാരം കൊടുത്ത് അവർ എന്നും സ്മരിക്കപ്പെടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ അവരുടെ പേര് എഴുതി വയ്ക്കുകയും ചെയ്തു. ഇത് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും പേര് മാത്രം പുറത്തു വരികയും മറ്റാരുടെയും പേര് അറിയാതിരിക്കുകയും അവർ ഭാര്യയ്ക്ക് വേണ്ടി ഷാജഹാൻ പറഞ്ഞതനുസരിച്ച് ചെയ്ത ആ മഹാസൗധം തന്നെ അവരുടെയൊക്കെ കൈകൾ വിച്ഛേദിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്തു. ഭാരതീയ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നവനും അവഹേളിക്കുന്നവനും ഈ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം. പ്രണാമം.